ഉണ്ടോ ഓരോ ഓരോ ലെയർ ഓലയിട്ട് കെട്ടിയതാണ്. അപ്പം വെറുതെ ഒരു തണുപ്പിന് വേണ്ടി കെട്ടിയതാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഓല അതിന് കാര്യമില്ല. ഇപ്പം പ്ലാസ്റ്റിക് ഓലേൻ്റെ മേലെ പ്ലാസ്റ്റിക് ഇടണം. പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല ഇതുവരെ. ആ ഒരു സൈഡ് മാത്രം, അടുക്കള സൈഡ് മാത്രം കണ്ടോ, നിങ്ങൾക്ക് കാണാം അവിടെ. ഗൈസ്, നമ്മൾ ഈ പ്ലാസ്റ്റിക് ആയിട്ടാണ് ഇടാൻ പോകുന്നത്. പപ്പ വന്നിട്ട് റെഡിയാക്കുന്നുണ്ട്. തക്കിരി ചോച്ചി ചിന്നുവ, ചോച്ചി തക്കിരി എന്ത് ചിന്നുവ, എന്ത് ചിന്നുവാടി? അങ്ങനെ എല്ലാ സൈഡും കെട്ടി. ഇങ്ങോട്ട് കുറേ വരാനുണ്ടല്ലോ അപ്പം. ഇനി ഇന്ത്യ സിറ്റൗട്ട് വരുന്ന തിണ്ണേൻ്റെ ആ ഒരു സൈഡ് മാത്രം കുറച്ചും കൂടി ഇടാനുണ്ട് കേട്ടോ. ബാക്കി സൈഡ് ഇട്ടു. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യമാണ് തന്നെ വലിയ ആഘോഷമായിട്ട് വർത്താൻ പറയേണ്ട ഒരു വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെയൊക്കെ നോക്കുമ്പം കാണാം ഭയങ്കര ഇരുണ്ട് നിൽക്കുവാണേ. ഫുള്ള് ഇരുണ്ടിട്ടാണുള്ളത്. നല്ല മഴക്കാറാണ്. ഞാനാണെങ്കിൽ പിള്ളേരെ കൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രി പോയിട്ട് വന്നോളൂ. വന്നപ്പോഴേക്കും ഫുള്ള് മഴക്കാറാണ്. ഭയങ്കര പ്രശ്നമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫുള്ള് വെള്ളത്തിനടിയിലാവും. വെള്ളത്തിനടിയിലല്ല, വെള്ളം അല്ലാണ്ട് ചോരും. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടോ ഓരോ ലെയർ ഓലയിട്ട് കെട്ടിയതാണ്. അപ്പം വെറുതെ ഒരു തണുപ്പിന് വേണ്ടി കെട്ടിയതാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഓല അതിന് കാര്യമില്ല. ഇപ്പം പ്ലാസ്റ്റിക് ഓലേൻ്റെ മേലെ പ്ലാസ്റ്റിക് ഇടണം. പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല ഇതുവരെ. ആ ഒരു സൈഡ് മാത്രം, അടുക്കള സൈഡ് മാത്രം കണ്ടോ, നിങ്ങൾക്ക് കാണാം അവിടെ. ആ സൈഡിൽ മാത്രമേ പ്ലാസ്റ്റിക് ഇട്ടുള്ളൂ, കണ്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ ബാക്കി ഫുള്ള് പ്ലാസ്റ്റിക് ഇടണം. പ്ലാസ്റ്റിക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിന്ന് ഇതിൻ്റെ മണ്ടയിൽ പ്ലാസ്റ്റിക് ഇടണം. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങി. മഴ പെയ്തില്ല പോലെ നിൽക്കുവാണ്. പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് പെട്ടെന്ന് ഇടണം കേട്ടോ. പുന്നരൻ തക്കട് പുന്നരനെ കൊണ്ട് ഇപ്പോൾ ആശുപത്രി പോയിട്ട് ഞാൻ വന്നാ കേട്ടോ. നമ്മളിങ്ങനെ കിടക്കുക ഉണ്ടോ. പുന്നര ഞങ്ങളുടെ ആശുപത്രി പോയിട്ട്, പുന്നരക്ക് തീരെ സുഖമില്ല. തക്കടിന് നല്ലോണം പനിക്കുന്നുമുണ്ട്. ഗൈസ്, ഞങ്ങളിങ്ങനെ പപ്പാനെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. പപ്പ വന്നാലേ വല്ലതും നടക്കുകയുള്ളേ. അത് ശരിക്കും ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറണം. ചിലപ്പോൾ അതിൻ്റെ മേലെ കയറിയിട്ട് വലിച്ച് കിടേണ്ടി വരും. അല്ലാണ്ട് ചിലപ്പോൾ കീറിപ്പോകും പ്ലാസ്റ്റിക് കേട്ടോ. അതുകൊണ്ട് പപ്പാനെ നോക്കിയിരിക്കുക. പപ്പ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. പപ്പ മേലോട്ട് കയറി പോയതാണ് ഇപ്പം. അതിൻ്റെ ഇടയ്ക്ക് കുണ്ടൂസ് ഇവിടെ എന്താ പരിപാടി ഞാൻ നോക്കട്ടെ. അതെന്ത് കുണ്ടൂസേ? കുണ്ടൂസ് മത്തങ്ങ അരി കേട്ടോ. ഇതൊന്നും നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. പപ്പ കൃഷി ചെയ്ത് പപ്പാൻ്റെ നല്ല അടിപൊളി ഫ്രഷ് സാധനമാണ് മത്തങ്ങ. അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തക്കടും പുന്നരയാണ് ഒരു സാധനം കഴിച്ചിട്ടില്ല കേട്ടോ ഇന്നത്തെ ദിവസം. കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നുമില്ല. പുന്നരയാണെ പോയി വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ഗൈസ്, പപ്പ നല്ല ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ചക്കിരി ഇതുകൊണ്ട് അപ്പച്ചൻ വരുന്നു. ഗൈസ്, നമ്മൾ ഈ പ്ലാസ്റ്റിക് ആയിട്ടാണ് ഇടാൻ പോകുന്നത്. പപ്പ വന്നിട്ട് റെഡിയാക്കുന്നുണ്ട്. നീളപ്പായ ഇടാനാവുമല്ലോ അപ്പ. ഇത് മുറിക്കണ്ടേ? എന്നാൽ രണ്ട് സൈഡ് കട്ട നനയോ? വീതി ഇതിൻ്റെ ഡബിളല്ലേ ഉണ്ടാവുള്ളൂ. മുറിക്കണോ? അതില്ലല്ലോ. ഒരു സൈഡ് മുറിച്ചായിരിക്കില്ലേ? ഈ നീട്ടല്ലേ ഉള്ളൂ. ഇതിങ്ങനെ ഇടേണ്ടി വരും. രണ്ട് മുറിയായിട്ട്. അങ്ങനെ ആവുമ്പോൾ മേൽവശം മാത്രമല്ലേ മൂടുകയുള്ളൂ. പ്ലാസ്റ്റിക് നമ്മൾ 3 സൈഡിൽ ഇങ്ങനെ കെട്ടും കേട്ടോ. 3 സൈഡിൽ 3 കെട്ട് കെട്ടുന്നുണ്ടേ. എന്നിട്ട് നമ്മൾ കല്ലെടുത്തിട്ട് തൊണ്ട് കെട്ടിയിട്ട്, എങ്ങനെ തൊണ്ട് കെട്ടി അപ്പുറ സൈഡിലോട്ട് എറിഞ്ഞിട്ട് നല്ല വലിച്ചെടുക്കുക. നല്ല കീറിപ്പോകും. സൂക്ഷിച്ച് വലിച്ചില്ല അല്ലേ. പിന്നെ മണ്ടേക്കാലിൽ ഇനി നടക്കുന്ന കാര്യമല്ല. ഊരിങ്ങ് പോരും. പ്ലാസ്റ്റിക് നമ്മൾ 3 സൈഡിൽ ഇങ്ങനെ കെട്ടും കേട്ടോ. 3 സൈഡിൽ 3 കെട്ട് കെട്ടുന്നുണ്ടേ. എന്നിട്ട് നമ്മൾ കല്ലെടുത്തിട്ട് തൊണ്ട് കെട്ടിയിട്ട്, എങ്ങനെ തൊണ്ട് കെട്ടി അപ്പുറ സൈഡിലോട്ട് എറിഞ്ഞിട്ട് നല്ല വലിച്ചെടുക്കുക. നല്ല കീറിപ്പോകും. സൂക്ഷിച്ച് വലിച്ചില്ല അല്ലേ. പിന്നെ മണ്ടേക്കാലിൽ ഇനി നടക്കുന്ന കാര്യമല്ല.
ഊരിങ്ങ് പോരും. ഒരു കയറും അപ്പോൾ അപ്പുറത്തോട്ട് എറിഞ്ഞു കേട്ടോ. കഴിച്ചതുണ്ടോ 3 കയറ് ഇവിടെ വന്ന് നിൽപ്പുണ്ട് ഇപ്പം കണ്ടോ. 3 വള്ളി നമ്മുടെ ഇങ്ങനെ സൈഡിൽ എത്തിയിട്ടുണ്ടേ. നല്ല വലിച്ചെടുക്കണേ ഇത്. ഇല്ല താഴെ പോവുക പറയാൻ താഴെ കൊക്കയാ. കിണറ്റിൽ വെള്ളം കോരുന്നത് വരുന്നുണ്ട്, നിധി വരുന്നുണ്ട്. ഇത്ര പറ്റുള്ളോ? ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ കൊറേ കൂടെ ഇങ്ങോട്ട് പോരണം അപ്പാ. കേട്ടോ കാലേ വള്ളി കുടുങ്ങിയിട്ടാണെങ്കിൽ അതെടുത്ത് വെച്ച് അതൊക്കെ ചവിട്ടി പൊട്ടിക്കാം. അടപ്പിങ്ങടെ ചക്കിരി ചോച്ചി ചിഹ്ന ചോച്ചി ചക്കിരി എന്ത് ചിഹ്നോ? എന്ത് ചിഹ്നടി? അപ്പ ചിഹ്നമാണോ? നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിച്ചിട്ട് ഉണ്ടോ. ഈ സൈഡിൽ ഇനിയിപ്പോൾ 3 സൈഡിലും വള്ളി കെട്ടിയിട്ട് വേണം അപ്പുറ സൈഡിലോട്ട് വലിച്ചിട്ടിട്ട് ഒന്ന് ലെവലാക്കണം. ഗൈസ് അങ്ങനെ ഒരു ലെയർ പ്ലാസ്റ്റിക് കിട്ടി. ഇനിയിപ്പോൾ ഒരു ലെയറും കൂടെ അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടാവുമായിരിക്കും. ഏകദേശം 3/4 ഭാഗം ചോരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. തികയും തോന്നില്ല. ഒരു സൈഡ് ഇട്ടിട്ടുണ്ട്, ഇനി അപ്പുറത്തെ സൈഡ് പോയി നോക്കട്ടെ. നോക്കട്ടെടി, എനിക്കറിയത്തില്ല. ഈ ഒരു ലെയർ പ്ലാസ്റ്റിക് കൂടെ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലേ പോയി വാങ്ങേണ്ടത്. ഇവിടെ ഇവിടെ ഇങ്ങെത്തിയല്ലേ, ഇവിടെ മതി. ഇനി അപ്പുറത്തോട്ട് ഒരു സൈഡും കൂടെ ഇട്ടാ മതി. അത് മതി. കട്ട നനയിലായിരിക്കും അല്ലേ? കട്ട നനഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നനത്തിങ് പോരും. ഗൈസ് മഴ തൊടാൻ തുടങ്ങി കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നത് നല്ല ഒരു തീരുമാനമായിരുന്നു എന്ന് ഇപ്പം വിചാരിക്കുന്നുണ്ട് കേട്ടോ. മഴ തൊടാൻ തുടങ്ങി. നമ്മളാണ് ഒരു സൈഡിൽ ഇട്ടുള്ളൂ, ഒരു സൈഡും കൂടി ഇടാൻ കിടക്കുന്നു. വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങി. പുന്നരയാണ് അവിടെ കിടന്ന് പനിച്ചിട്ട് തീരെ സുഖമില്ല കേട്ടോ. പുന്നരയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ആശുപത്രി പോയിട്ട് വന്നോളൂ. ഇതുപോലെ തൊണ്ടൊക്കെ ഇട്ട് അപ്പുറത്തോട്ട് എറിയുന്ന കേട്ടോ. ഇവിടുന്ന് പപ്പ എറിഞ്ഞ മടൽ കണ്ടോ? അപ്പുറത്തെ സൈഡ് വന്ന് തൂവി നിൽക്കുന്ന പുന്നരയുടെ അടുത്ത്. ഈ മടൽ ഇടം വരെ എത്തും നമുക്ക് നോക്കാം. അതും എത്തി കേട്ടോ. ഇതങ്ങനെ എല്ലാ സൈഡും കെട്ടി. ഇങ്ങോട്ട് കുറേ വരാനുണ്ടല്ലോ അപ്പം. ഇനി ഇന്ത്യ സിറ്റൗട്ട് വരുന്ന തിണ്ണേൻ്റെ ആ ഒരു സൈഡ് മാത്രം കുറച്ചും കൂടി ഇടാനുണ്ട് കേട്ടോ. ബാക്കി സൈഡ് ഇട്ടു. അവിടെ നനയൂലെന്ന് അപ്പ പറയാൻ. 2 കൊല വെച്ച് കെട്ടിയാണ്ട് അവിടെ നനയൂല എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് കേട്ടോ. അപ്പുറത്തെ റൂമിൻ്റെ സൈഡും അടുക്കളേൻ്റെ സൈഡൊക്കെ റെഡിയാക്കി കേട്ടോ. കട്ടേൻ്റെ സൈഡ് വരെ. കട്ടാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. മറ്റേ പണ്ടത്തെ മണ്ണാങ്കട്ടൻ കരിയിലെൻ്റെ കാര്യം പറഞ്ഞാൽ ചെയ്യും. മൊത്തം ഇടിഞ്ഞ് പോയി താഴെ പോകും. കട്ട വെള്ളം വീണാൽ ഒരു മണ്ണല്ലേ. ഇപ്പം ഇതായി നമ്മളെ കണ്ടോ. അതിൻ്റെ ഫ്രണ്ട് വശം മാത്രം ഇടാനുണ്ട്.
ഈ ഫ്രണ്ടിൽ മാത്രം ഇടാനുണ്ട് കണ്ടോ. അവിടെ നനവില്ലാന്നാണ് പപ്പാൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കി സൈഡ് മൊത്തം ഇട്ട്. ഇവിടെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇട്ടായിട്ട് തിരിയുന്നില്ല കേട്ടോ. എന്തായാലും സമാധാനമായി. ഇനി മഴ പെയ്താലും കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഗൈസ് അങ്ങനെ മഴ ചെറുതായിട്ട് തൂളി വന്നായിരുന്നു. എന്തായാലും സമാധാനമായിട്ടുണ്ട്. ഇനി പെയ്താലും വലിയ വിഷയമില്ലാന്ന് വിചാരിക്കാം. എന്തായാലും ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു സമാധാനക്കേടാണ് നമുക്ക് പെട്ടെന്ന്. ഞാൻ ടൗണിൽ പോയതായിരുന്നു കുഞ്ഞിനെ കൊണ്ട് മരുന്ന് മേടിക്കാം. അപ്പം പേടിച്ചിട്ടാണ് ഓടി വന്നത് മഴക്കാർ കണ്ടുകൊണ്ട്. പെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഉള്ളിൽ മൊത്തം വെള്ളം വീഴും. കട്ട നനഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കൊണ്ട് പോകും. അപ്പോൾ ഇനിയിപ്പം പുനരനെ തക്കടിൻ്റെയൊക്കെ അവസ്ഥ നോക്കാം കേട്ടോ. അമ്മയും മോളും കൂടെ നിലത്ത് ഓഫായി കേട്ടോ. നീ ചോറ് കഴിച്ചോ? ഞങ്ങൾ ആരും ചോറ് കഴിച്ചില്ല. സമയം 4 മണിയും കണ്ടായി. തക്കട് കിടന്ന് നല്ല ഉറക്കമാണ്. ഉറങ്ങിപ്പോയി തക്കടും ചോറ് കഴിച്ചില്ലല്ലോ. പനിയായതുകൊണ്ട് ചോറ് പോലും അവർക്ക് ആർക്കും വേണ്ട കേട്ടോ. ഒന്നും കഴിക്കാൻ ഉണ്ടോ? നല്ല ചുമയാണ്. ഫാനിട്ടായതുകൊണ്ടൊരു സൗണ്ട്. അപ്പോൾ സമാധാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷെഡിൻ്റെ നന്നാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാവ് ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ചെറിയ കുറച്ച് ഉണ്ണിമാവ് കിട്ടുമെന്ന് നോക്കണം പോയിട്ട് കേട്ടോ. ഇനി നമുക്ക് ചെന്ന് നോക്കണം. കുറച്ച് ഉണ്ണിമാവ് കിട്ടുന്നുണ്ടെങ്കിൽ പെറുകൊണ്ടൊന്ന് അച്ചാറിട്ട് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. നാളത്തെ വീഡിയോ എന്തെങ്കിലും വെറൈറ്റി വീഡിയോ ഉണ്ടാവും നമുക്ക്. അപ്പോൾ എന്തായാലും